ഓം നമ ശിവായ. ജ്യോതിഷചന്ദ്രിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മക്കൾക്കുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം തന്നെ മാറ്റിയെടുക്കുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. മക്കൾക്ക് പഠനത്തിൽ മികവുണ്ടാകുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, വളരെയധികം കഷ്ടപ്പാടുകൾ, കടങ്ങൾ വന്നു ചേരുന്നു, കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ വന്നു ചേരുന്നു, ഒന്നും തന്നെ നിവൃത്തി വരുന്നില്ല. ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ ചെയ്താൽ, പ്രാർത്ഥിക്കേണ്ട രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധി ഉണ്ടാകും, ഫലവും കിട്ടിയിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. അത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഒരു ദിവസത്തിൻ്റെ ആരംഭം എന്ന് പറയുമ്പോൾ സൂര്യ ഉദിക്കുന്നതോടുകൂടിയാണ്. പഞ്ചഗ്രഹങ്ങൾ ഉദിക്കുന്നു, അഥവാ ആ സൂര്യൻ ഉദിക്കുന്നു, അത് നവഗ്രഹങ്ങൾ ഉദിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം, ബുധൻ, ചൊവ്വ, ശനി, ഇതുകൂടാതെ രാഹു, അങ്ങനെ 8 ഗ്രഹങ്ങളാണ് ഉദിക്കുന്നത്. അതിൽ സൂര്യൻ 3:45 നാഴികയാണ് ഉദിക്കുന്നത്. സൂര്യൻ 3:45 നാഴിക കഴിയുമ്പോൾ ഉദയസമയമാണ്. ചന്ദ്രൻ ഉദിക്കുന്നു 3:45 നാഴിക, കുജൻ ഉദിക്കുന്നു 3:45 നാഴിക, ബുധൻ 3:45 നാഴിക ഉദിക്കുന്നു, വ്യാഴം 3:45 നാഴിക ഉദിക്കുന്നു, ശുക്രൻ 3:45 നാഴിക ഉദിക്കുന്നു, ശുക്രൻ 3:45 നാഴിക ഉദിക്കുന്നു, ശനി 3:45 നാഴിക ഉദിക്കുന്നു, രാഹു, അങ്ങനെ 7 ഗ്രഹങ്ങൾ കൂടാതെ രാഹുവും കൂട്ടി 8 ഗ്രഹങ്ങൾ ഉദിക്കുന്നു. ഈ സമയങ്ങളിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരെയൊക്കെയാണ്? അപ്പോൾ ആ പഞ്ചശുദ്ധി വരുത്തി കഴിഞ്ഞു പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? പഞ്ചശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ദ്രവ്യശുദ്ധി, ആത്മശുദ്ധി, ഭൂതശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, ഇതാണ് പഞ്ചശുദ്ധി എന്ന് പറയുന്നത്. ആ പഞ്ചശുദ്ധി വരുത്തിയതിന് ശേഷമായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവരെല്ലാം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ആരൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതിയെ പ്രാർത്ഥിക്കുക, ദേവിയെ പ്രാർത്ഥിക്കുക, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ശിവനെ പ്രാർത്ഥിക്കുക. പഞ്ചദേവന്മാരാണവർ. അപ്പോൾ സൂര്യനെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണോ, ഓം ആദിത്യായ നമഃ എന്ന് 108 പ്രാവശ്യം നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക. അത് ആരാണ് പ്രാർത്ഥിക്കേണ്ടത്? അത് സൂര്യൻ ഭഗവാനെ മനസ്സുരുകി 1008 പ്രാവശ്യമാണെങ്കിൽ ഏറ്റവും നല്ലത്. 108 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമ്മൾ ജപിക്കുക. ഓം മഹാഗണപതി എന്ന് രണ്ടാമത് നമ്മൾ ജപിക്കുക 108 പ്രാവശ്യം. ഓം സരസ്വതിയെ നമഃ 108 പ്രാവശ്യം ജപിക്കുക. ഓം നമഃശിവായ 108 പ്രാവശ്യം ജപിക്കുക. ഓം നമോ നാരായണായ 108 പ്രാവശ്യം ജപിക്കുക. അങ്ങനെ നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം അങ്ങനെ നമ്മൾ ഈ ഉദയസമയത്ത് തന്നെ ജപിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും. അത് ആരാണ് ജപിക്കേണ്ടത്? ആ മക്കളുടെ അമ്മയാണ് ജപിക്കേണ്ടത്. അതിന് കാരണം എന്താണ്? 1000 ആചാര്യന്മാർ കൂടുന്നതാണ് ഒരച്ഛൻ, 1000 അച്ഛന്മാർ കൂടുന്നതാണ് ഒരമ്മ. അമ്മ പ്രാർത്ഥിച്ചെന്നാൽ മക്കൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും. അത് എത്ര നാളാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾക്ക് പറയുവാൻ സാധ്യമല്ല. കാരണം എന്താണ്? നമ്മളുടെ ദിനചര്യ ഇതുമാത്രമാണോ? ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മൾക്ക് വരുന്ന ആ സമയങ്ങൾ പോലെ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ആ 12 മണിക്കും 12:20 ഇടയ്ക്കുള്ള സമയത്ത് ആ സമയത്ത് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞെന്നാൽ വൈകുന്നേരം സായം സന്ധ്യയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതെല്ലാം തന്നെ കഴിയുമ്പോൾ
നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിരിക്കും. അതാരാണ് പ്രാർത്ഥിക്കേണ്ടത്? ആ മക്കളുടെ അമ്മയാണ് പ്രാർത്ഥിക്കേണ്ടത്. അമ്മ പ്രാർത്ഥിച്ചെന്നാൽ അത് ഈശ്വരൻ കേൾക്കാതിരിക്കുകയില്ല. അതൊരു ദിനചര്യയായിട്ടെടുക്കുക. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 മാസമല്ല, 1 വർഷമല്ല. നമ്മളുടെ ജീവിതകാലം മുഴുവനും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജീവിതം. അതുകൊണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവരുടെ ദോഷങ്ങൾ മാറുക, അവരുടെ ദുഃഖങ്ങൾ മാറുക, അവരുടെ കടബാധ്യതകൾ മാറുക, കുടുംബത്തിൻ്റെ രക്ഷയുണ്ടാവുക. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മക്കൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിരിക്കും. അപ്പോൾ ചോദിക്കാം, അവന് കണ്ടകശനിയാണ് എൻ്റെ മകന്. ആ കണ്ടകശനി സമയത്ത് എങ്ങനെയാണ്? കണ്ടകശനി എന്നും പറയുന്നതും 7 ശനി എന്ന് പറയുന്നതും എന്താണ്? കണ്ടകശനി എന്ന് പറയുന്നത് നമ്മളുടെ കൂറിൻ്റെ അഥവാ ചിങ്ങക്കൂറ് എന്ന് ഉദാഹരണമായിട്ട്, ആ ചിങ്ങക്കൂറിൻ്റെ 7ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ആ ചിങ്ങക്കൂറിൻ്റെ 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാശിക്കാർക്കാണ് ഇപ്പോൾ കണ്ടകശനി. എന്നാൽ അത് കണ്ടകശനി ആയി മാറുമോ? ഇല്ല. കാരണം എന്താണ്? അവർക്ക് വ്യാഴദശയുണ്ടെങ്കിൽ എന്താണ്? സർവേശ്വരാണാം ദക്ഷിണേന്ത്യ നിത്യം സാന്നിധ്യമസ്മാ ദക്ഷിണാനുകൂലി പ്രായാനുകൂലി പ്രതികൂലി സകലാനുകൂലി എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴം അനുകൂലമാണെങ്കിൽ യാതൊരു കാരണവശാലും നമ്മൾക്ക് ശനിയുടെ ബാധയുണ്ടാവുകയില്ല. അതുപോലെ തന്നെ വ്യാഴം അനുകൂലമാകുമ്പോൾ സകല ഈശ്വരന്മാരും സകല ദൈവങ്ങളും അനുകൂലമായിട്ടേ നിൽക്കുകയുള്ളൂ, പ്രതികൂലമാവുകയില്ല. ശനി ഭഗവാനും നമുക്ക് അനുകൂലമായി തന്നെ നിൽക്കും. അപ്പോൾ 11-ൽ ഇനി അതുകൂടാതെ 11-ൽ വ്യാഴമാണെന്നിരിക്കട്ടെ, 11-ൽ വ്യാഴമാണെങ്കിലും നമ്മൾക്ക് യാതൊരുവിധ ഇടവത്തിലാണിപ്പോൾ വ്യാഴം നിൽക്കുന്നത്. ആ വ്യാഴം ഏപ്രിലിൽ മാറുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകുന്നില്ല ഇപ്പോൾ. ഇനി അതുപോലെ തന്നെ 4-ൽ വ്യാഴം നിൽക്കുന്നു. 4-ലാണ് ശനി എന്ന് പറയുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ശനിയാണ് കണ്ടകശനി എന്ന് പറയുക. വൃശ്ചികം രാശിക്കാർക്ക് കണ്ടകശനി എന്ന് പറയുമ്പോഴെന്താണ്? അതിൻ്റെ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, ഇടവം രാശി. വൃശ്ചികത്തിൻ്റെ 7ാം ഭാവമാണ് ഇടവം രാശി. അവർക്ക് യാതൊരു കാരണവശാലും ശനി ബാധിക്കുകയില്ല. കാരണം 7-ൽ വ്യാഴം നിൽക്കുന്നു. സർവശക്തനായ തമ്പുരാൻ നമ്മൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ യാതൊരു കാരണവശാലും ഇടവം രാശിക്കാർക്ക് അല്ലെങ്കിൽ വൃശ്ചികം രാശിക്കാർക്ക് യാതൊരു വിധ കാരണവശാലും അവർക്ക് കണ്ടകശനി വരുന്നില്ല. ഇനി 10ാം ഭാവത്തിൽ 4, 7, 10. അപ്പോൾ 7 മിഥുനം, 8 മിഥുനം, കർക്കിടകം, ചിങ്ങം. അപ്പോൾ 10ാം ഭാവത്തിൽ നിൽക്കുന്നവർക്കും യാതൊരു കാരണവശാലും ശനി ബാധിക്കുന്നതല്ല. അങ്ങനെയാണ് കണ്ടകശനി എന്ന് പറയുന്നത്. ഇനി 7ര ശനി എന്ന് പറയുന്നത് എന്താണ്? അത് ആ കൂറിൻ്റെ ഇപ്പോൾ കുംഭക്കൂറിലാണ് ശനി നിൽക്കുന്നത്. ആ കുംഭക്കൂറിൻ്റെ 12ാം ഭാവം എന്ന് പറയുന്നത് മകരമാണ്. അതിൻ്റെ 2ാം ഭാവം എന്ന് പറയുന്നത് മീനം രാശിയാണ്. ആ കുംഭക്കൂറുകാർക്ക് 2.5 വർഷത്തോളം അവർക്ക് ശനി ദിശാകാലമാണ്, 7ര ശനിയാണ്. അത് മകരം രാശിയിൽ 2.5 വർഷം, കുംഭം രാശിയിൽ 2.5 വർഷം, മീനം രാശിയിൽ 2.5 വർഷം. അങ്ങനെയാണ് 7ര ശനി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആ ശനി മീനം രാശിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ മീനം രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കാണ്, ആ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശനി ബാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതായിട്ടുള്ള കാരണമില്ല. എല്ലാ ദിവസവും ഈ പറഞ്ഞ മന്ത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഉരുവിട്ടുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ അല്ല, നമ്മളാൽ കഴിയാവുന്നത്, നമ്മളുടെ ജീവൻ നിലനിൽക്കുന്നത്രയും കാലം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൈവിടുകയില്ല. അതിന് പ്രയോജനമുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മളുടെ എല്ലാ വലിയ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം തന്നെ അമ്മമാർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ചരിത്രം തെളിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരവും. മാത്രമല്ല എല്ലാവരെയും വൈക്കത്തപ്പൻ
കൃപയാൽ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.